അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. ഇന്നത്തെ ദിവസം നിന്റെ തിരുമുറുവാർന്ന വലതുകരം അങ്ങയുടെ മക്കളുടെ മേൽ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങയുടെ മക്കളുടെ യാത്രകളെ ആശീർവദിക്കണമേ. ഒരു വിഷയം ഓർക്കുമ്പോൾ, ഒരു വ്യക്തിയെ ഓർക്കുമ്പോൾ നിനക്ക് വിഷമം ഉണ്ടെങ്കിൽ അത് കർത്താവ് ഈ നിമിഷം ഏറ്റെടുക്കുകയും നിനക്ക് വേണ്ടി ഈശോ വാദിക്കുകയും ചെയ്തുകൊണ്ട് നിന്നെ അവിടുന്ന് സന്തോഷത്തോടെ തിരിച്ചു കൊണ്ടുവരട്ടെ. നിന്റെ സാമ്പത്തിക പ്ലാനുകളെല്ലാം, നിന്റെ പദ്ധതികളെല്ലാം, 10 പൈസ നിന്റെ കുഞ്ഞുങ്ങൾക്കും കുടുംബത്തിനും വേണ്ടി സ്വരുക്കൂട്ടാൻ വേണ്ടിയുള്ള നടപടികൾ ഈശോയുടെ നാമത്തിൽ സംരക്ഷിക്കപ്പെടട്ടെ. കർത്താവെ, കുറേ നാളായി പരിശ്രമിച്ചിട്ടും ഒന്നും നടക്കാതെ ഇപ്പോഴും ഒന്നേം തന്നെ കിടക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള എല്ലാ വിഷയത്തിനുമേലും കർത്താവ് ഇന്ന് നീ തീരുമാനം എടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ
കുരിശിൻ്റെ അടയാളത്തിൽ സ്ഥാപനങ്ങൾ നടത്തുന്നവര്, സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നവര്, അവിടെ നിങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നതിന് എതിരാളികളുള്ളവര്, അത് ബിസിനസ്സാകാം, സ്കൂളാകാം, ആശുപത്രിയാകാം, മറ്റെന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളാകാം, എതിരാളി നിങ്ങൾ അകപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ അവരുടെ കൈയും കാലം നിർവീര്യമാകട്ടെ. ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. Lord Jesus Christ, pour out His Spirit, touch the fire fingers, soak with the precious blood. Lord, infuse His Spirit of power and grace. 5:7 എന്താണ്? കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. അവർക്ക് കരുണ ലഭിക്കും. ഇക്കാലത്ത് ഏറ്റവും കൂടുതൽ മിസ്യൂസ് ചെയ്തിരിക്കുന്ന ഒരു വാക്കാണ് കരുണ. ആവശ്യമുള്ളിടത്തും എല്ലായിടത്തും കരുണയൊക്കെ ഉപയോഗിച്ച്, അതായത് ദൈവത്തിന് സുവിശേഷം നിരക്കാത്ത ജീവിതം ജീവിക്കുന്ന, മൃഗതുല്യമായ ജീവിതം ജീവിക്കുന്നവരുടെയൊക്കെ കരുണ കാണിക്കണമെന്ന് പറഞ്ഞിട്ട് പാപത്തിന് ചെയ്യാനുള്ള ലൈസൻസ് കൊടുത്ത് ഒരു കാലഘട്ടം കഴിഞ്ഞു പോയി പറയുകയാണ്. അപ്പം ഞാൻ അന്ന് പറയുമായിരുന്നു, ഏറ്റവും ഇപ്പം അത് അവരോടൊക്കെ കരുണ കാണിക്കണം, അങ്ങനെയുള്ള ക്രിസ്തുവിനെ അറിയാത്തവരോട് അത് അക്സെപ്റ്റ് ചെയ്യുന്നതിൻ്റെ പിന്നിലും ഒരു കരുണയുടെ സുവിശേഷമുണ്ട്. പക്ഷെ അന്ന് ഞങ്ങൾ പറയാമായിരുന്നു, കരുണ കാണിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തോട് കാണിക്കാവുന്ന ഏറ്റവും വലിയ കരുണ എന്താ? സഭയ്ക്ക് ലോകത്തോട് കാണിക്കാവുന്ന ഏറ്റവും വലിയ കരുണ എന്താണ്? സഭയെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കുകയാണ്. എന്താണ്? ക്രിസ്തുവിനെ ലോകത്തിന് കൊടുക്കുക, ലോകത്തിൻ്റെ ആത്മരക്ഷ ഉറപ്പുവരുത്തുക. ലോകത്തിൻ്റെ ആത്മരക്ഷ ഉറപ്പുവരുത്തുക എന്ന് വെച്ചാൽ മിഷൻ എന്ന് പറഞ്ഞാൽ അത്രയും ജീവശ്വാസമാണ് സഭയുടെ. അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇതൊരു വാർദ്ധക്യം ബാധിച്ച സഭയായിട്ട് മാറും. അപ്പൊ ലോകത്തോട് കാണിക്കാവുന്ന ഏറ്റവും വലിയ കരുണ എന്താണ്? ക്രിസ്തുവിനെ കൈമാറുകയാണ്. ആ കാര്യം, കരുണ എന്ന മൂല്യം എന്ന് പറയുന്നത് ക്രിസ്തുവിന് മുമ്പേ ഉള്ളതാ. അപ്പൊ ഒരു കരുണ, ലോകത്ത് മുഴുവൻ കരുണ ഉണ്ടാകാൻ വേണ്ടിയാണ് ക്രിസ്തു ക്രൂശിക്കപ്പെട്ടത്? അല്ല, ക്രിസ്തു പോലും ദൈവത്തിന്റെ കരുണയാണ്. എന്തിനെ? ആത്മരക്ഷയ്ക്ക് വേണ്ടിയുള്ള ബലിദാനമാണ് ക്രിസ്തു. ആ കരുണയാണ്. അപ്പൊ നമ്മുടെ ഒരു ക്രിസ്തുവിനെ ലോകത്തിന് കൊടുക്കുമ്പോൾ ചില പീഡനങ്ങൾ ഉണ്ടാകും. ആ വെളിച്ചത്തിൽ വേണം അടിയിലുള്ള വചനം വായിക്കാൻ. മനുഷ്യൻ കരുണ കാണിക്കുമ്പോൾ ക്രിസ്തുവിന് ലോകത്തിന് കൊടുക്കുന്നതിൻ്റെ ഭാഗമായി ലോകത്തോട് കരുണ കാണിക്കുമ്പോൾ ക്രിസ്തുവിന്റെ വചനങ്ങള് സുവിശേഷ വിഹിതമായ സാക്ഷ്യത്തോട് ജീവിക്കുമ്പോഴേ, സുവിശേഷ വിഹിതമായ വിശ്വാസ കൈമാറ്റത്തിന്റെ കരുണ കാണിക്കുമ്പോഴേ മനുഷ്യൻ നിങ്ങളെ അവഹേളിക്കുകയും വ്യാജമായി എല്ലാത്തരം കുറ്റങ്ങളും ആരോപിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ, ആഹ്ലാദിച്ചുല്ലസിക്കുവാൻ. അപ്പം അവിടെയും വന്ന് നിൽക്കുന്നത് വിശ്വാസ കൈമാറ്റം. കരുണ എന്ന് പറയുന്നത് ഏറ്റവും വലിയ കരുണ ക്രിസ്തുവിനെ കൈമാറുന്നതാണ്. ക്രിസ്തുവിനെ കൈമാറിയാലല്ലേ ക്രിസ്തുവിന്റെ വചനം അനുസരിച്ച് ജീവിക്കാൻ പറ്റത്തുള്ളൂ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എൻ്റെ പേര് കൊച്ചുമോൾ ബിന്നി. ഞാൻ മാവേലിക്കരയിൽ നിന്നാണ് വരുന്നത്. ഞാൻ 2023 മാർച്ച് 9 ഇവിടെ ആദ്യമായിട്ട് വരുന്നത്. ഞാൻ ആദ്യമായിട്ട് വന്ന അന്ന് തന്നെ അമ്മയുടെ സന്നിധിയിൽ നിന്ന് ഉടമ്പടി എടുത്തു. ഞാൻ ഉടമ്പടി എടുക്കാനുള്ള കാരണം എൻ്റെ മൂത്ത മകൾക്ക് വേണ്ടിയാണ് ഞാൻ ഉടമ്പടി എടുത്തത്. 6 വർഷമായിട്ട് മകളെ OET എഴുതുന്നുണ്ട്. 6 വർഷമായി പഠിച്ചു. 8 പ്രാവശ്യം എഴുതി. 8 പ്രാവശ്യം എഴുതിയിട്ടും കുഞ്ഞിന് എല്ലാ പ്രാവശ്യവും റൈറ്റിംഗ് മാത്രം നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു. അതിൽ 4 പ്രാവശ്യം ഞങ്ങൾ ഓരോ മാർക്കിന് റൈറ്റിംഗ് നഷ്ടപ്പെട്ടപ്പോൾ ഞങ്ങളത് റീവാലുവേഷന് വേണ്ടി കൊടുത്തു. റീവാലുവേഷന് വേണ്ടി കൊടുക്കുന്നതല്ലാതെ 1 മാർക്ക് പോലും മോൾക്ക് കൂട്ടിക്കിട്ടത്തില്ല. അങ്ങനെ ആയപ്പോഴത്തേക്ക് മകൾ മാനസികമായി ഒരുപാട് ഭാരപ്പെട്ടു. ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റ് ആകേണ്ട ഒരു സിറ്റുവേഷൻ വന്നു. അങ്ങനെ 9ാമത്തെ പ്രാവശ്യം OET എഴുതാൻ ഡേറ്റ് എടുത്തെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ മാർച്ച് 9 ഇവിടെ വരുന്നത്. ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ഉടമ്പടി എടുത്ത പ്രകാരം മോൾക്ക് OET പാസ്സായി. നല്ല സ്കോറോടുകൂടി മോൾക്ക് പാസ്സാകാൻ സാധിച്ചു. അതുപോലെ തന്നെ ആ ഹോസ്പിറ്റലിൽ എത്ര കിടന്ന് കഷ്ടപ്പെട്ടാലും ഒരു നല്ല വാക്കുപോലും അധികാരികളിൽ നിന്നും മോൾക്ക് കിട്ടത്തില്ല. അവരെപ്പോൾ ഡ്യൂട്ടിക്ക് വിളിച്ചാലും
എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും കുഞ്ഞുങ്ങളെ ഇട്ടേച്ചായാലും മോള് പോയി ആരുടെ ഡ്യൂട്ടി ആയാലും ഏറ്റെടുത്ത് മോള് ചെയ്യുമോ, ഒരു മടിയുമില്ലായിരുന്നു. അങ്ങനെ വളരെ മാനസികമായി മോൾ ഒരുപാട് ഈ ഡ്യൂട്ടി കാര്യത്തിൽ ഭാരപ്പെട്ടിരുന്നു. ഉടമ്പടി എടുത്തതിൻ്റെ 3-ാമത്തെ ദിവസം രാവിലെ അവരുടെ ഇൻചാർജ് വിളിച്ചിട്ട് പറഞ്ഞു, ഈ ഹോസ്പിറ്റലിലെ ഓൾ ഓവർ പെർഫോമൻസിലുള്ള അവാർഡ് മകൾക്കാണെന്ന് മോളോട് വിളിച്ചു പറഞ്ഞു. അങ്ങനെ ആ അവാർഡ് മോൾക്ക് കിട്ടി. മോളത് വളരെ സന്തോഷത്തോടുകൂടി എന്നെ വിളിച്ചു പറഞ്ഞു. ഞങ്ങൾക്കെല്ലാവർക്കും വളരെ സന്തോഷമായി. അമ്മ മാതാവിന് 1000 നന്ദി കരയേറ്റുന്നു, തിരുകുമാരനും. അതുപോലെ തന്നെ എൻ്റെ ഇളയ മകളുടെ വിവാഹ സമയത്ത് മോടെ കയ്യിൽ ഒരു മുള്ളു കൊണ്ടിരുന്നു. അത് ഞങ്ങൾ വലിയ കാര്യമാക്കിയില്ല. മോളെ വിവാഹം എല്ലാം കഴിഞ്ഞ് 1 മാസം വിവാഹം കഴിഞ്ഞ് 6-ാം പാക്കം UK തിരിച്ചുപോയി. അവിടെ ചെന്ന് 1 മാസം കഴിഞ്ഞപ്പോൾ ആ വലത് വിരലിൻ്റെ ഭാഗം അങ്ങ് പൊന്തി വന്നു, വീർത്ത് വന്നിട്ട് അവിടെ ഭയങ്കര വേദനയായി. ഡ്യൂട്ടി ചെയ്യാനും ജോലി ചെയ്യാനും ഒക്കെ വളരെ ബുദ്ധിമുട്ടുണ്ടായി മകൾക്ക്. ആ സമയത്ത് ഞാൻ ഉടമ്പടിയിൽ ഈ നിയോഗം, മോടെ ഈ വിരലിനെക്കുറിച്ച് നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മോൾ അവിടെ UK പല ഡോക്ടർമാരെയും വിളിച്ചു ഒരു അപ്പോയിൻമെൻറ്റിന് വേണ്ടി, ഈ കൈ കാണിക്കാൻ വേണ്ടി. എങ്ങും ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടിയില്ല. മകളെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മ നാട്ടിൽ ഏതെങ്കിലും ഒരു ഡോക്ടർമാരെ പോയി ഒന്ന് കാണണം, എൻ്റെ വിരലിൻ്റെ വീഡിയോ ഞാൻ അയച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ നാട്ടിൽ ഞാൻ 2 ഡോക്ടർമാരുടെ അടുത്ത് പോയി മോടെ ഈ വിരലിനെ കാണിച്ച് വിവരങ്ങൾ പറഞ്ഞു. അപ്പോൾ ഡോക്ടർമാർ 2 പേരും പറഞ്ഞു അത് കീറി അതിനകത്തെ മുള്ളെടുത്ത് കളയാതെ ആ പൊന്ത് പോലുള്ള ഭാഗം മാറത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ മോളോട് പറഞ്ഞു, മോള് വിഷമിക്കണ്ട, അമ്മ നിയോഗത്തിൽ ഇത് വെച്ചിട്ടുണ്ട്, മോൾ അമ്മ മാതാവിനോട് പ്രാർത്ഥിരെ, അമ്മ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചോളാമെന്ന് പറഞ്ഞു. അങ്ങനെ ഓരോ ദിവസം വിളിക്കുമ്പോഴും ചോദിക്കും, മോളെ കൈ എങ്ങനെയുണ്ട്, വേദന കുറവുണ്ടോ എന്ന് ചോദിക്കും. ഇല്ല അമ്മ എന്ന് പറയും. ഞാൻ പറയും, മോള് വിഷമിക്കണ്ട, മോള് പ്രാർത്ഥിക്കുക, അമ്മ അത് മാറ്റിത്തരുമെന്ന് പറഞ്ഞു. അങ്ങനെ 1 മാസമായപ്പോൾ രാവിലെ എണ്ണിച്ച് നോക്കിയപ്പോൾ ആ പൊന്ത് പോലുള്ള ഭാഗം അവിടെ ഇല്ല, അത് തന്നെ അടന്നങ്ങ് പോയിരിക്കുന്നു. അവിടെ ചെറിയൊരു ദാരം മാത്രമേ ഉള്ളൂ. 2 ദിവസം കഴിഞ്ഞപ്പോൾ ആ ദാരം അങ്ങ് നികന്നു, കൈ അങ്ങ് ക്ലീനായി. കുഞ്ഞിന് വളരെ വേദനയും ബുദ്ധിമുട്ടുമായിരുന്നു ഡ്യൂട്ടി ചെയ്യുന്നതിന്. അങ്ങനെ അമ്മ മാതാവ് ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും അമ്മ മാതാവിനും തിരുകുമാരനും കോടാനുകോടി നന്ദി ഞാൻ കരയേറ്റുന്നു. യാക്കോബ് 4:8 തിരുവചനം, അവിടത്തോട് ചേർന്ന് നിൽക്കുക, അവിടെ നിങ്ങളോടും ചേർന്ന് നിൽക്കും. 1 പത്രോസ് 5:7, നിങ്ങളുടെ ഉത്കണ്ഠകൾ അവിടത്തെ ഏൽപ്പിക്കുവിൻ, അവിടെ നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. എൻ്റെ പേര് സിന്നി, ഞാൻ ഇരിഞ്ഞാലക്കുട കത്രിയുടെ ഇടവകയിൽ നിന്ന് വരുന്നു. 2019 ജൂലൈ 6-ാം തീയതിയാണ് ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. ഇതിനു മുമ്പ് ഈ ആൾക്കാർ 2 പ്രാവശ്യം കയറി അമ്മയ്ക്ക് സാക്ഷ്യം വഹിക്കുവാൻ എന്നെ അനുവദിച്ചു. ഇപ്പോൾ ഞാൻ ഉടമ്പടി പുതുക്കിയതിന് ശേഷം ഉണ്ടായ അനുഭവ സാക്ഷ്യമാണ് പങ്കുവയ്ക്കുന്നത്. ആദ്യമായി ഞാൻ എൻ്റെ ഇളയ മകൾക്കുണ്ടായ അനുഭവമാണ്. മകൾ ജർമ്മനിയിലാണ്, പേര് ഡസ്ന. മകൾ അവിടെ 1 വർഷമായി മകളുടെ മുഖത്ത് കുരുക്കളായിരുന്നു. ഞാനപ്പോൾ കഴിഞ്ഞ തവണ മാർച്ചിൽ ഉടമ്പടി പുതുക്കാൻ വരുമ്പോൾ ഉടമ്പടിയിൽ 3-ാമത്തെ നിയോഗമായി ഞാൻ ആ കുരുക്കൾ വെച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര പെയിനായിരുന്നു. അത് വളരെയധികം വൃത്തികേട് രീതിയിൽ മുഖം ആക്കി വളരെ എല്ലാവരും കാണുമ്പോൾ ചോദിക്കും, എന്താ മോളുടെ മുഖത്ത് ഇങ്ങനെ വല്ലാണ്ടെന്ന് ചോദിക്കുന്ന ഒരവസ്ഥയായിരുന്നു. അങ്ങനെ ഡോക്ടറെ കണ്ടിരുന്നു. പിന്നീട് ഞാൻ ഉടമ്പടി പുതുക്കിയതിന് ശേഷം ഒരു 2 മാസത്തിനുള്ളിൽ തൈലം വെച്ച് മോളോട് ഞാൻ അവിടെ തൈലം വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടായിരുന്നു. മോളോട് തൈലം വെച്ച് പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു. ഞാനും ഇവിടെ എൻ്റെ മുഖത്ത് അവിടെ മുഖാണെന്ന് കരുതി ഞാൻ തൈലം പുരട്ടി പ്രാർത്ഥിക്കുകയും അവളുടെ മുഖത്തെ കുരുക്കൾ മുഴുവനും മാറുകയും ചെയ്തു. 2-ാമത്തെ സാക്ഷ്യമായിട്ട് മകൾക്ക് തന്നെയാണ്. കഴിഞ്ഞ നവംബറിൽ മകൾക്ക് ഒരു കിഡ്നി സാൻഡ് വരികയും നല്ല പെയിൻ വരികയും അങ്ങനെ ബ്ലഡ് പോവുകയും ചെയ്യുന്നു. യൂറിനിൽ കൂടെ ബ്ലഡ് കണ്ടിന്യൂസ് ആയിട്ട് നല്ല പെയിനോടുകൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. മോൾ എന്നോട് പറഞ്ഞില്ല. എന്നോട് ഒരു മാസത്തിന് ശേഷമാണ് ഞാൻ അറിയുന്നത്. ഞാൻ വിഷമിക്കുന്ന കരുതി എന്നോട് പറഞ്ഞില്ല. 1 മാസത്തിന് ശേഷം ഞാൻ അറിയുമ്പോൾ ഞാൻ മോളോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യുക, ഇന്ന് വൈകുന്നേരം കിടക്കുക. അവർ രാവിലെ 4 മണിയാവുമ്പോൾ എഴുന്നേൽക്കും. പെട്ടെന്ന് വേദനയോടുകൂടെ എഴുന്നേൽക്കും.
എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ തുടങ്ങി എപ്പോഴും യൂറിൻ പാസ് ചെയ്യണം, ബ്ലഡ് ആകും പോകുന്നത്, നല്ല പെയിനോട് കൂടി മോൾക്ക് ക്ലാസ്. അപ്പോൾ നമ്മൾക്ക് എക്സാമിൻ്റെ ടൈമായിരുന്നു. എക്സാമിന് പഠിക്കാനും എല്ലാം വളരെ ബുദ്ധിമുട്ടായിരിക്കുന്ന സമയം. എന്നാലും മോൾ എന്നോട് പറഞ്ഞിരുന്നില്ല. ഞാൻ മോളെന്നെ വിളിക്കുമ്പോൾ ഞാൻ പറയും, എന്തേ നിൻ്റെ മുഖമൊക്കെ ഇങ്ങനെ വല്ലാണ്ടിരിക്കണേ? ഇല്ല മമ്മി, എക്സാമിന് പഠിച്ചതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്, അല്ലാണ്ട് എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഞാൻ അവസാനം 1 മാസമായി കഴിഞ്ഞപ്പോഴാണ് ഞാനൊരു ദിവസം ഇങ്ങനെ പെട്ടെന്ന് അവളുടെ വായിൽ നിന്ന് പറയുന്നത്, മമ്മി എനിക്കിങ്ങനെ വയ്യാണ്ടാന്ന് പറഞ്ഞു. എന്തിയാന്ന് ചോദിച്ചപ്പോൾ പറയണം, ഇങ്ങനെ ബ്ലഡ് വെളുപ്പിന് 4 മണിയൊക്കെ ആകുമ്പോഴേക്കാളും എഴുന്നേൽക്കും, പിന്നെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു, ഉച്ച വരെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ മെഡിസിനൊന്നും കൊടുത്തില്ല, നന്നായിട്ട് വെള്ളം കുടിക്കാനാണ് പറഞ്ഞോളൂ, പക്ഷെ ഒട്ടും കുറവില്ല, നല്ല പെയിനാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇനി നിനക്ക് വേദനിക്കില്ല, നീ ഒരു കാര്യം ചെയ്യുക, ഇന്ന് തൈലം എടുത്ത് നിൻ്റെ വയറ്റിൽ നന്നായിട്ട് പുരട്ടുക, അതിനെ ഇന്ന് രാത്രി കിടക്കാൻ നേരത്ത് ഉപ്പ് ഒരു ഗ്ലാസ്സിൽ കലക്കിയിട്ട് കുറച്ച് ഒരു നുള്ളി ഇട്ടിട്ട് നീ അത് കുടിക്കുക, നാളെ നിനക്ക് വേദന ഉണ്ടാവില്ല, നീ വിശ്വസിച്ച് മാതാവിനോട് വിശ്വാസ പ്രമാണം ചൊല്ലി 3 പ്രാവശ്യം വിശ്വാസ പ്രമാണം ചൊല്ല, നീ അത് കഴിക്കാൻ പറഞ്ഞു. ഞാനും ഇവിടെ അന്ന് 2 തിരി, പച്ചത്തിരിയും നീള തിരുവടമ്പടിയുടെ തിരി വെച്ച് ഞാൻ കൈ വിരിച്ച് പ്രാർത്ഥിച്ചു, എൻ്റെ മോൾക്കിനി ആ കിഡ്നി സാൻഡ് ഉണ്ടാകരുത്. കാരണം അവിടെ അവർ തനിച്ചാവുമ്പോൾ നമുക്ക് എന്തെങ്കിലും വേദന ഉണ്ടാകുമ്പോൾ നമുക്ക് സഹിക്കില്ല. ഒരവസ്ഥയിൽ ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചു, മാതാവേ ഇനി എൻ്റെ കുഞ്ഞിന് വേദന ഉണ്ടാകരുതെന്ന്. പിറ്റേ ദിവസം മോൾ എന്നെ വിളിച്ചു, മമ്മി ഇന്ന് ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് ഞാൻ ഒരു പ്രാവശ്യം യൂറിൻ പാസ് ചെയ്ത് വേദനയൊന്നും ഉണ്ടായില്ല, ഞാൻ കിടന്നു, പിന്നെ എനിക്ക് എണീക്കേണ്ടി വന്നില്ല, പക്ഷെ കുറച്ച് ബ്ലഡ് പോയി എന്ന് പറഞ്ഞു. നീ പേടിക്കണ്ട, ഇന്ന് രാവിലെയും നീ ഇതുപോലെ തന്നെ ചെയ്യുക, ഇന്ന് വൈകിട്ടും ചെയ്യാൻ പറഞ്ഞു. വൈകിട്ട് ചെയ്തു. പിറ്റേ ദിവസം ആയപ്പോൾ മകൾ വിളിച്ച് പറഞ്ഞു, മമ്മി ഇന്ന് ബ്ലഡും പോയില്ല, ഇന്ന് എനിക്കൊരു പെയിനും ഉണ്ടായില്ല എന്ന് പറഞ്ഞു. ഇതുപോലെ തുടരാൻ പറഞ്ഞു. പിന്നെ പിറ്റേ ദിവസം തുടങ്ങി 3 ദിവസം ഈ സാൻഡ്, മോൾ പറയും ഇത്രയ്ക്കധികം സാൻഡ്, ആ മണൽത്തരികൾ, ആ കിഡ്നിയിലുള്ള മണൽത്തരികൾ 3 ദിവസം കൊണ്ട് കുറുക്ക് പോലെ യൂറിനിൽ കൂടെ പോയി തീർന്നു എന്നാണ് പറഞ്ഞ മോള്. ഇത്രയ്ക്കധികം സാൻഡ് എൻ്റെ കിഡ്നിയിലുണ്ടെന്ന് ഞാൻ ആ യൂറിൻ കണ്ടപ്പോഴാണ് അറിയണതെന്ന്. എനിക്കറിയില്ല, ഞാൻ കിഡ്നി സ്റ്റോൺ എന്ന് കേട്ടിന്, കിഡ്നി സാൻഡ് ഞാൻ ആദ്യമായിട്ട് കേൾക്കണമായിരുന്നു. അപ്പോൾ മോളി പറയുമ്പോഴാണ് അതിൻ്റെ ഒരു ഗൗരവവും ആ വേദനയും മനസ്സിലായത്. പിന്നെ മോൾക്കൊരു കുഴപ്പമുണ്ടായിരുന്നിട്ടില്ല. പിന്നെ മൂന്നാമത്തെ സാക്ഷ്യം, മോളുടെ കണ്ണിൽ അവിടുത്തെ ജർമ്മനിയിൽ ആയിരിക്കുമ്പോൾ തണവിൻ്റെ ആയിരിക്കാം, കണ്ണിൻ്റെ ചുറ്റും ഈ പാടുകൾ പോലെ വിണ്ടിട്ട് നല്ല പെയിനും കണ്ണാക്കി വീർത്ത് തടിച്ചു വന്നിരുന്നു. ആ സാഹചര്യത്തിൽ ഞാൻ മോളോട് പറഞ്ഞു, മോൾക്ക് അറിയില്ലോ നമ്മുടെ ഏറ്റവും വലിയ മരുന്നായ അമ്മയുടെ തൈലം നിൻ്റെ കയ്യിലുണ്ടല്ലോ, ആ തൈലം നീ കണ്ണിൽ പുരട്ടിക്കോ, നിൻ്റെ മാറിക്കോളൂ എന്ന് പറഞ്ഞു. 2 ദിവസം ഒരു പ്രാവശ്യം പുരട്ടിയപ്പോൾ തന്നെ പിറ്റേ ദിവസം ചോദിച്ചപ്പോൾ പറഞ്ഞു, നന്നായിട്ട് കുറവായിട്ടുണ്ട് മമ്മി എന്ന് പറഞ്ഞു, നീ ഇന്നും കൂടി തേച്ചോളൂ. 2 ദിവസം പുരട്ടിയോളൂ. അത് ഒരാഴ്ചയോളം നീണ്ടു നിന്ന വേദനയും കാര്യങ്ങളായിരുന്നു. അത് മുഖത്താകി വൃത്തികേട് പോലെ തന്നെയായിരുന്നു, അത് കണ്ണൊക്കെ വീർത്തിട്ടായിരുന്നു അത് അങ്ങനെ വന്നിരുന്നത്. അതും നന്നായിട്ട് നമുക്ക് കാണുമ്പോൾ തന്നെ ഇവിടെ നിന്ന് ഞാൻ വീഡിയോ കോൾ ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും നമുക്കത്. അങ്ങനെയായിരുന്നു, കണ്ണൊക്കെ വീർത്തിട്ടും ഒരു വിണ്ട പോലെയായിരുന്നു കണ്ണിൻ്റെ ഇടയ്ക്ക്. അത് ആ 2 ദിവസം തൈലം പുരട്ടിയപ്പോൾ തന്നെ അത് പൂർണ്ണമായും മാറി സുഖപ്പെട്ടു. ഇനി സാക്ഷ്യം ഞാൻ പറയുന്നത് എൻ്റെ മൂത്ത മകൾക്കാണ്. മൂത്ത മകൾ കഴിഞ്ഞ ഈ 2022 ഡിസംബർ 19-ാം തീയതി ഇവിടെ നിന്ന് ജർമ്മനിയിലേക്ക് പഠിക്കാൻ പോകുന്നു. അവിടെ 20-ാം തീയതി രാവിലെ ഫ്ലൈറ്റ് ഇറങ്ങുന്നു. 11 മണിയായപ്പോഴേക്കും മോളുടെ കോള് വന്നു, മമ്മി എൻ്റെ പെട്ടി കാണുന്നില്ല, എമിഗ്രേഷൻ കഴിഞ്ഞ് വന്നപ്പോൾ പെട്ടി എവിടെയെന്ന് അറിയില്ല, ഇവിടെ അന്വേഷിച്ചപ്പോൾ ഇവർക്കും മനസ്സിലാകുന്നില്ല എവിടെയാണ് പെട്ടിയെന്ന്. ഞാൻ പറഞ്ഞു, മമ്മി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഞാൻ ഓഫീസിലായിരുന്നു. അപ്പോൾ എനിക്ക് കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു, അവരെങ്ങനെ പറഞ്ഞു വിട്ടിട്ട് ഞാനപ്പോൾ ഇവിടുത്തെ 20-ാം തീയതി ചൊവ്വാഴ്ച, ഡിസംബർ 20-ാം തീയതി ചൊവ്വാഴ്ച ഇവിടുത്തെ നമ്മുടെ ആരാധനയുടെ ടൈമായിരുന്നു. 1 മണിയായപ്പോഴാണ് ഞാൻ ഫ്രീ ആയത്. അപ്പോൾ 1 മണിയായപ്പോൾ ഞാൻ വേഗം മൊബൈലെടുത്തു, യൂട്യൂബ് വെച്ചു. യൂട്യൂബിൽ ആരാധനയിൽ ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മ മാതാവേ, ഈ ആരാധന കഴിയുന്നതിന് മുൻപ് തന്നെ എൻ്റെ മോളുടെ പെട്ടി എവിടെയെന്ന് അമ്മ കണ്ടുപിടിച്ച് തരണം.
ഞാൻ അങ്ങനെ പറഞ്ഞു. ഞാൻ എൻ്റെ കയ്യിൽ എൻ്റെ ടേബിളിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഞാനെപ്പോഴും ഇവിടുത്തെ 2020 മാർച്ച് മാസത്തിൽ 2022 മെയ് മാസത്തിൽ മാതാവിൻ്റെ ഈശോയുടെയാണ്, മുൾക്കിയുടെ ഈശോയുടെ ഈ 2 പത്രവും ഞാൻ എപ്പോഴും എല്ലാവർക്കും കാണാവുന്ന രീതിയിൽ എൻ്റെ ടേബിളിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട്. ഞാൻ എന്തെങ്കിലും ഓഫീസിൽ വെച്ച് വിഷമം വരുമ്പോൾ ഞാൻ 2 പത്രം എടുക്കും. കാരണം ഈശോയുടെ മാതാവിനും ഞാൻ കൂട്ടി പിടിച്ചിട്ടാണ് പ്രാർത്ഥിക്കുക. എൻ്റെ ഒരു ഉടമ്പടി കാശും ഉണ്ടായിരുന്നു. ഇതും കൂടി പിടിച്ചിട്ട് ഞാൻ ഞങ്ങളുടെ ഓഫീസിലിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ബാക്കിൽ കിച്ചൺ പോലെയുണ്ട്, അവിടെ ഞാൻ പോയി ഞാൻ പ്രാർത്ഥിച്ചു. ഈ ആരാധനയുടെ സമാപനം ആയപ്പോഴേക്കും സമാപനത്തിന് തിരുവോസ്തി ആ ആരാധന എഴുന്നള്ളിക്കുന്ന ടൈമിൽ മോളുടെ കോള് വന്നു. മമ്മി പെട്ടി എവിടെയാണെന്ന് കണ്ടുപിടിച്ചു. അത് കാനഡ ഫ്ലൈറ്റിലേക്ക് മാറി കയറ്റി അവർ ഫ്ലൈറ്റ് എടുക്കാറായെന്ന് തോന്നുന്നു. അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കിട്ടുമെങ്കിൽ അവർ പെട്ടി തരാൻ നോക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞു. മമ്മി നന്നായി പ്രാർത്ഥിച്ചോളൂ എന്ന് പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് പിന്നെ ആരാധന കഴിഞ്ഞു. ഞാൻ പ്രത്യക്ഷീണ പ്രാർത്ഥന മുട്ടുമ്പോൾ നിന്ന് ചൊല്ലി 7 എണ്ണം, അതുപോലെ വിശ്വാസ പ്രമാണവും ചൊല്ലി കഴിഞ്ഞപ്പോൾ മോള് പറഞ്ഞു, മമ്മി എനിക്ക് ഒരു പെട്ടി കിട്ടി, മറ്റു പെട്ടി കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. അത് പിന്നെ കുറേ നേരം മോള് വെയിറ്റ് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ മോള് വീണ്ടും പറഞ്ഞു, മമ്മി അവരെന്നോട് പറയുന്നു അടുത്ത പെട്ടി ഇനി തരില്ല, കാരണം ഫ്ലൈറ്റ് കംപ്ലൈൻ്റ് ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ പെട്ടി കിട്ടിയത്. ഇനി ഈ ഫ്ലൈറ്റ് കംപ്ലൈൻ്റ് ആയ പെട്ടിയിൽ നിന്ന് അടുത്ത പെട്ടി അവർക്ക് എടുക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്, നിങ്ങൾ പോയിക്കോളൂ, നിങ്ങൾക്ക് ഞങ്ങൾ അഡ്രസ്സ് തന്നാൽ മതി, ഞങ്ങൾ അയച്ചു തന്നേക്കാന്ന്. മോള് പറഞ്ഞു, എനിക്ക് കിട്ടിയ പെട്ടിയിൽ മമ്മി എൻ്റെ പ്ലേറ്റുകൾ പാത്രങ്ങളാണ്, എൻ്റെ ഡ്രസ്സുകളും മറ്റ് അത്യാവശ്യമുള്ള കാര്യങ്ങൾ ഇനി കിട്ടാനുള്ള ആ പെട്ടിയിലാണ്. ഞാനിതില്ലാണ്ട് എങ്ങനെ പോകും, ആദ്യമായിട്ട് പോകുന്ന മോള്. അപ്പോൾ എങ്ങനെ ഞാൻ പോയിട്ട് എന്ത് ചെയ്യും ആകെ വിഷമിച്ചു. ഞാൻ ഉടനെ കണ്ണടച്ച് ഒരു സെക്കൻഡ് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, എനിക്കെന്തോ ഉള്ളിയെന്ന് പറഞ്ഞു. ഞാൻ മോളവിടെ ഇരുന്നോ, നിനക്ക് പെട്ടി കിട്ടും, നീ 1 മണിക്ക് പിന്നെ ട്രെയിൻ വരുന്നത്, 1 മണിക്ക് നീ ട്രെയിനിൽ പോവും ചെയ്യും, നിന്നെ ഞാൻ കൂട്ടി വിട്ടത് അമ്മ മാതാവിന് ഈശോയ, അമ്മ മാതാവ് നിൻ്റെ പെട്ടി തരും എന്ന് പറഞ്ഞു. മോൾ എന്നെ വിശ്വസിച്ചിട്ട്, എൻ്റെ വാക്ക് അമ്മ മാതാവിനെ വിശ്വസിച്ചിട്ട്, മമ്മി അത് പറഞ്ഞുകൊണ്ടാന്ന് പറഞ്ഞു. മോൾ അവിടെ ഇരുന്ന് ഞാൻ മാതാവിനോട് ചോദിച്ചു, ഇനി ഞാൻ എന്ത് ചെയ്യണം, എനിക്കറിയില്ല ഇനി എന്ത് ചെയ്യണം, മോൾക്കും അറിയില്ല, നിനക്ക് എന്തിനു ചെയ്യാൻ പറ്റുള്ളൂ. എൻ്റെ മോളുടെ ഞാൻ അതിനു മുമ്പ് ആ ഫ്ലൈറ്റിലാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, ആ ഫ്ലൈറ്റ് പൊന്തണമെങ്കിൽ എൻ്റെ മോളുടെ പെട്ടി ഇറക്കാതെ ആ ഫ്ലൈറ്റ് പൊന്താൻ പാടില്ല എന്ന് ഞാനൊരു വാക്കും കൂടി മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ആ ഫ്ലൈറ്റ് പൊന്തിക്കാതെ പൊന്താതെ തന്നെ എൻ്റെ മോളുടെ പെട്ടി അമ്മ തന്നതാണ്. ആ ഫസ്റ്റ് പെട്ടി തന്നത്. അതിന് 2ാമത്തെ പെട്ടി ഞാൻ പറഞ്ഞു, നിൻ്റെ അമ്മയെ ഞാൻ കൂട്ടി വിട്ടേക്കണത് അമ്മ തരും, ആ പെട്ടിയുടെ ഉത്തരവാദിത്വം അമ്മ ഏറ്റെടുക്കുമെന്ന് മോളോട് പറഞ്ഞു. മോൾ വിശ്വസിച്ചു, അവിടെ ഇരുന്നു. പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോഴാണ് എൻ്റെ മനസ്സിൽ നിന്ന് വിശ്വാസ പ്രമാണം 41 വിശ്വാസ പ്രമാണം ചൊല്ലുക എന്നോട് മനസ്സിൽ തോന്നിച്ചു. ഞാനിതുപോലെ തന്നെ വീണ്ടും കിച്ചണിൽ പോയി ഈ 2 പത്രം എടുത്തു, എൻ്റെ കാശുരൂപം മുറുകെ പിടിച്ചു, കൈവിരിച്ചു നിന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി. ഒരു 25ാമത്തെ വിശ്വാസ പ്രമാണം ആയപ്പോൾ ഞാൻ കാണുകയാണ്, അമ്മ മാതാവ് വന്നിട്ട് ഈ പെട്ടി ഫ്ലൈറ്റിൽ നിന്ന് ഇറക്കുന്നതായിട്ട് ഞാൻ കാണുന്നു. ഞാനപ്പോൾ മാതാവിനോട് ചോദിച്ചു, മാതാവേ ഇത് ഞാൻ കാണുന്നത് സത്യമാണോ, അല്ലെങ്കിൽ എൻ്റെ ആഗ്രഹം കൊണ്ട് തോന്നുന്നതാണോ, അല്ല എന്നുള്ളൊരു സന്ദേശം കൂടി എനിക്ക് നിമിഷം കിട്ടി. ഞാൻ പിന്നും വിശ്വാസ പ്രമാണം ചൊല്ലിയും 29ാമത്തെ വിശ്വാസ പ്രമാണമായപ്പോൾ മോളുടെ കോൾ വന്നു, മമ്മി എനിക്ക് പെട്ടി കിട്ടി എന്ന് പറഞ്ഞിട്ട്. ഞാൻ അവിടെ നിന്ന് 41 വിശ്വാസ പ്രമാണം കൂടി ചൊല്ലിയതിന് ശേഷമാണ് ഞാൻ ആ അവിടെ നിന്ന് എഴുന്നേറ്റത്. ബാക്കിയുള്ള വിശ്വാസ പ്രമാണം ഞാൻ നന്ദി പറഞ്ഞ് ചൊല്ലി. പിന്നെ അവിടെ നിന്ന് പിന്നത്തെ എൻ്റെ അനുഭവം മോൾക്ക് തന്നെ ഉണ്ടായ അനുഭവമാണ്. മോൾ ഇവിടെ നിന്ന് അവിടെ ചെന്നപ്പോൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പോയപ്പോഴാണ് അറിയുന്നത് മോളുടെ വിസ അടിച്ചത് യൂണിവേഴ്സിറ്റിയുടെ പേര് തെറ്റിയാണെന്ന്. ജർമ്മൻ ആയതുകൊണ്ട് മോൾ ശ്രദ്ധിച്ചില്ല. അവിടെ ബാങ്കുകാർ പറയുമ്പോഴാണ് അറിയണേ യൂണിവേഴ്സിറ്റിയുടെ പേര് തെറ്റിയാണ് അടിച്ചേക്കണമെന്ന്.
മോള് പല ബാങ്കുകളും കയറി ഇറങ്ങി യൂണിവേഴ്സിറ്റിയുടെ ആ പേര് കറക്ഷൻ ചെയ്യാതെ അവർ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കൊടുക്കില്ല എന്ന് പറഞ്ഞു. മോൾക്കാണെങ്കിൽ വിസ റിന്യൂ ചെയ്യേണ്ട ഡേറ്റ് 1 മാസം കൂടിയും ഉള്ളൂ. ആ നേരത്തെ അക്കൗണ്ടും കൂടി അവർ കാണിച്ചു കൊടുക്കണം. ഇത് അങ്ങനെ വന്നപ്പം മോള് വേഗം എംബസിയിലേക്ക് മെയിൽ ചെയ്തു, ഇങ്ങനെ ഒരു കംപ്ലയിൻ്റ് ഉണ്ട്, എനിക്ക് അതുകൊണ്ട് പെട്ടെന്ന് അപ്പോയിൻമെൻറ്റ് തരണമെന്ന്. 4 ദിവസമായി അത് കൊടുത്തിട്ട്. ആ ടൈമിൽ ഒരു 4 ദിവസമായി. ഇപ്പോൾ ഞാനൊരു ദിവസം വൈകുന്നേരം ഓഫീസ് കഴിഞ്ഞ് ചെല്ലുമ്പോൾ പെട്ടെന്ന് മോളെ വിളിക്കണമെന്ന് തോന്നുന്നു. അപ്പോൾ ഒരുവിധം എല്ലാ ബാങ്കുകളും, മോളറിയുന്ന ഒരുവിധം ബാങ്കുകളിലെല്ലാം കയറി ഇറങ്ങി എല്ലാവരും റിജക്റ്റ് ചെയ്തു. ആ സമയത്താണ് ഇങ്ങനെ 4ാമത്തെ ദിവസം ഞാൻ വിളിക്കുമ്പോൾ മോള് പറഞ്ഞു, മമ്മി ഞാൻ പിന്നെ വിളിക്കാം, കാരണം എൻ്റെ റൂംമേറ്റിനെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പോകാണ് ബാങ്കിലേക്ക്. അപ്പം ഞാൻ ചോദിച്ചു, ആ ബാങ്കിൽ നിനക്ക് എങ്ങനെയാണ്, നീ അന്വേഷിച്ചിരുന്നോ? അപ്പോൾ ഇല്ല, ആ ബാങ്കിൽ പോയിട്ട്, പക്ഷേ അതിൻ്റെ തന്നെ എല്ലാ ബ്രാഞ്ചുകളിലും പോയി കഴിഞ്ഞു. കുഴപ്പമില്ല, നീ ആ ബാങ്കിൽ പോയില്ലല്ലോ, നീ വേഗം നമ്മുടെ അമ്മയുടെ ഉപ്പുണ്ടല്ലോ, നീ ഉപ്പെടുത്തോ, കയ്യിൽ വെച്ചോ, അത് ആ ബാങ്കിൽ കയറുമ്പോൾ വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് ആരും ചവിട്ടാത്ത ഭാഗത്ത് ഇടുക, നീ സംസാരിക്കുന്ന ആ സാറിൻ്റെ അടുത്തും നീ ഇത് ചെയ്യാൻ പറഞ്ഞു. മോളുപ്പും കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ
പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇന്ന് അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പരമക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതത്തിന് ഈ പ്രാർത്ഥനയിൽ കൂടാൻ അങ്ങയുടെ മക്കൾക്ക് കഴിഞ്ഞതിനെ ഓർത്ത് അവരങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, ഈ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ ഒത്തിരിയേറെ ആഗ്രഹങ്ങളും ഒത്തിരി ചിന്തകളും എത്രയോ മനുഷ്യർ ഭയങ്കര ഭക്തി ബഹുമാനത്തോടെയാണ് ഈശോയെ ഈ പ്രാർത്ഥനാ സമയം ഒരുങ്ങി നീ ശ്രദ്ധയോടെ നിൽക്കുന്നത്. അങ്ങയുടെ വലതുകരം അവരുടെ ശിരസിൽ ഇപ്പൊ വെക്കണം. കർത്താവേ, അവരുടെ രോഗങ്ങളെ നീ ഏറ്റെടുക്കണം. അടിപ്പിണർ പോലെ, വൈദ്യുത ആഘാതം പോലെ ദൈവികമായ ശക്തി ഈ നിമിഷം നിങ്ങളിലേക്ക് ആവശ്യിക്കുകയും നിങ്ങളുടെ ആന്തരിക അവയവങ്ങളും ത്വക്കുകളും കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ കുതിരപ്പെരട്ടെ. മാതാവേ, കൃപാസാൽത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മ മാതാവിൻ്റെ ഉറപ്പിലാണ് അമ്മേ ഞങ്ങൾ ഈ പ്രാർത്ഥന നടത്തുന്നത്. ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത ശക്തിയും അനുഗ്രഹവും സൗഖ്യവും വിടുതലും അനുഭവിക്കുന്നവരെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാണെന്ന് ഞങ്ങൾ സ്വയം തിരിച്ചറിയുന്ന അമ്മേ, കർത്താവ് കേസിൽപ്പെട്ടിരിക്കുന്നവര് എൻ്റെ ഈശോയുടെ ഉന്നതമായ നാം നിങ്ങൾ ആശ്രയിക്കുന്നു. പല ഭിന്നതകൾ നിലനിൽക്കുന്നിടത്ത് പുരോഗമനം ഇല്ലാതിരിക്കുന്ന അവസ്ഥകളിലെ തടസ്സങ്ങൾ മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ ഇന്നത്തെ മുഴുവൻ സംരംഭങ്ങളെ, ഇന്നത്തെ മുഴുവൻ ചിന്തകളെ, ഇന്നത്തെ മുഴുവൻ ഇടപാടുകളെ, ഇന്നത്തെ മുഴുവൻ കയ്യൊപ്പുകളെ, ഇന്നത്തെ മുഴുവൻ എഴുത്തുകുത്തുകളെ, ഇന്നത്തെ മുഴുവനും സെൻഡിങ് കർത്താവിന്റെ നാമത്തെ ആസ്വദിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും
ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നമ്മളിന്ന് കാണുന്നത് മത്തായിയുടെ സുവിശേഷം 5:8. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. അവർ ദൈവത്തെ കാണും. ആ ഹൃദയശുദ്ധിയിലും നമ്മൾ എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും വ്യാജമായി എല്ലാത്തരം കുറ്റങ്ങളും ആരോപിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ആഹ്ലാദിച്ചുല്ലസിക്കുകയും സ്വർഗം നിങ്ങൾക്കുള്ള പ്രതിഫലം വലുതായിരിക്കും. ഈ പ്രതിഫലത്തിലേക്കാണ് ഹൃദയശുദ്ധി പറയുന്നത്. ദൈവത്തെ കാണുമെന്ന് പറഞ്ഞാൽ എന്താണ്? പ്രതിഫലം വലുതായിരിക്കും എന്നല്ലേ പറയണമെന്നില്ലേ? അപ്പൊ സ്വർഗസ്ഥമായ ഒരു അവസ്ഥയിൽ ദൈവത്തെ കണ്ടുകൊണ്ട് ആനന്ദിക്കുന്നതാണ് നമ്മുടെ സുവിശേഷത്തിന്റെ ലക്ഷ്യമെന്ന് നിങ്ങൾക്കറിയാവില്ല, സുവിശേഷ ജീവിതത്തിന്റെ. അതുകൊണ്ടാണ് ആ ഹൃദയശുദ്ധിയും സ്വർഗവും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കേണ്ടത്. ഹൃദയശുദ്ധി എന്ന് പറയുന്നത് വക്രതയില്ലാത്ത, കൗടില്യമില്ലാത്ത, കാപട്യമില്ലാത്ത ക്രിസ്തുവിനെ സ്വീകരിക്കാനുള്ള ശുദ്ധതയാണ്. എന്റെ ഹൃദയശുദ്ധത ഉണ്ടായിട്ട് കാര്യമില്ലല്ല. പരിശുദ്ധ അമ്മയാണ് ഞാൻ നോക്കിയിട്ട് ഏറ്റവും വലിയ ഹൃദയശുദ്ധിയുള്ള ആള്. എന്റെ കാര്യം എന്താ പറയാ, അവർക്ക് 16 വയസ്സാ. അപ്പോഴാണ് അവർ നീ ഗർഭം ധരിക്കും എന്ന് പറഞ്ഞത്. ശുദ്ധത കൊണ്ടല്ലേ ഗർഭം ധരിച്ചത്. അവരത് വിശ്വസിച്ചു. അതാണ് അവർ ദൈവത്തെ ഗർഭം ധരിച്ചത്. വിശ്വാസവും ഹൃദയശുദ്ധതയും തമ്മിൽ ഭയങ്കര ബന്ധമുണ്ട്. വിശ്വസിക്കുന്നവന് അടിസ്ഥാന യോഗ്യത എന്ന് പറഞ്ഞാൽ ഹൃദയശുദ്ധതയാണ്. എന്താണ് ഇപ്പൊ നമ്മളെ ക്യാൻസർ 4ാം സ്റ്റേജ്, ഡോക്ടർ പറഞ്ഞ് അറിയിക്കേണ്ടവർ പറഞ്ഞ്, ഹൃദയശുദ്ധിയുള്ള പറയും ക്യാൻസർ പറഞ്ഞാൽ അത് കർത്താവ് എൻ്റെ താഴെയല്ലേ അത് എന്നാ ഹൃദയശുദ്ധത. അപ്പൊ കേട്ട വിചാരിക്കും വട്ടാണെന്ന് പറയും. അങ്ങനെയല്ല. ദൈവം സമസ്തവന്റെ പാദത്തിന്റെ കീഴാക്കിയിരിക്കുകയല്ലേ. അപ്പൊ നമ്മുടെ വിശ്വാസത്തിന്റെ എക്സ്പ്രഷൻസ്, വിശ്വാസം വരണത് ഹൃദയശുദ്ധതയിൽ നിന്നാണ് വിശ്വാസം വരണത്. അപ്പൊ നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചേ, കർത്താവായ ദൈവമേ, ഹൃദയശുദ്ധതയുടെ അടിസ്ഥാനത്തില് സങ്കീർണത ഒഴിവാക്കി വക്രത ഒഴിവാക്കി ബുദ്ധിപരമായ ഇടപെടൽ ഒഴിവാക്കി ദൈവത്തിൽ വിശ്വസിക്കുവാൻ നടക്കുമെന്ന് മനസ്സിലാക്കുവാൻ അതനുസരിച്ച് ജീവിതം സുവിശേഷ പരിശുദ്ധ അമ്മയെ പോലെ ഇതാ കർത്താവിന്റെ ദാസി എന്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ എന്ന് പറയുന്ന ഒരു ഹൃദയശുദ്ധത എനിക്ക് ലഭിക്കുവാൻ അതുവഴി ക്രിസ്തുവിനെ സ്വീകരിക്കാൻ ലോകത്തിന് കൊടുക്കുവാൻ എന്നെ ഒരുക്കണമേ. മോളിതുപോലെ വിശ്വാസ പ്രമാണം ചൊല്ലി ചെയ്തു. അപ്പോൾ ഈ കൂടെയുള്ള കുട്ടി അപ്പോയിൻമെൻ്റ് എടുത്തതിന് ശേഷം പറഞ്ഞു, എൻ്റെ റൂംമേറ്റാണ്, ഈ കുട്ടിക്കും കൂടി ഒന്ന് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു അതിനെന്താന്ന് പറഞ്ഞു. അപ്പോൾ ഈ മോളെ അപ്പോയിൻമെൻ്റ് ഒന്നും എടുത്തിട്ടില്ല, ചെന്ന് ഇവർ ചോദിച്ചു, വേഗം തന്നെ കൊടുത്ത് അവർ പാസ്പോർട്ട് ചോദിച്ചു. പാസ്പോർട്ട് എടുത്ത് കൊടുത്തപ്പോൾ മോൾ വിശ്വാസ പ്രമാണം ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്നിരുന്നു. ഞാനും ഇവിടെ ചൊല്ലിക്കൊണ്ടിരുന്നു. കാരണം മോൾ പോകുമെന്ന് ഞാനോട് പറഞ്ഞിട്ടാണല്ലോ. ഞാനിവിടെ പ്രാർത്ഥിച്ചു, കൈ വിരിച്ച് മുട്ടുമെന്ന് പ്രാർത്ഥിച്ചിരുന്നു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കൊടുക്കാനായിട്ട് ബാങ്ക്. മോളും അവിടെ ഇരുന്ന് ഇവർ പാസ്പോർട്ട് നോക്കുന്ന ടൈമിൽ പ്രാർത്ഥിച്ചു, വിശ്വാസ പ്രമാണം ചൊല്ലിയിരുന്നു. ഇവർ എല്ലാ പേജുകളും മറച്ചു നോക്കി. പക്ഷേ ഈ വിസയുള്ള പേജ് മാത്രം അവർ നോക്കാതെ അങ്ങ് മറച്ചു കളഞ്ഞു. വേഗം പോയി അവർ അതിൻ്റെ കോപ്പി എടുത്ത് 10 മിനിറ്റിനുള്ളിൽ തന്നെ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കൊടുത്തു.
പിന്നെ ഈ മോൾക്ക് തന്നെയാണ്, എൻ്റെ മൂത്തമോൾ ജിസ്നയ്ക്ക് തന്നെയുള്ള അനുഭവമാണ് ഉണ്ടായത്. ഞാൻ രണ്ടാമത്തെ ഉടമ്പടിയിൽ വെച്ചതാണ്, അത് ആദ്യം പറയേണ്ടതായിരുന്നു. രണ്ടാമത്തെ ഉടമ്പടിയിൽ വെച്ചതാണിത്. മോൾക്കൊരു ജോലി ഇവിടെ നിന്ന് പോയിട്ട് ഇപ്പോൾ ഡിസംബറിൽ പോയി 6 മാസമായി, ഇതുവരെ ഒരു ജോലി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കണ്ടായിരുന്നു. കഴിഞ്ഞ മാർച്ച് മാസം ഞാൻ ഉടമ്പടി പുതുക്കുന്ന ടൈമിൽ ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്നു മോൾക്കൊരു ജോലി എന്നുള്ളത്. അതിന് ഞങ്ങൾ രണ്ടും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഏപ്രിൽ മാസം 21-ാം തീയതി വീണ്ടും എൻ്റെ പ്രയർ റിക്വസ്റ്റ് പ്രാർത്ഥിക്കുകയും ചെയ്തു. ആദ്യമായിട്ടും ഒന്നും വരാതിരുന്നപ്പോൾ എനിക്ക് ആകെ വിഷമായി. ഞാൻ ബൈബിൾ എടുത്ത് പ്രാർത്ഥിച്ചു, എന്താണ് എന്നോട് സംസാരിക്കുന്നത്, എനിക്കൊന്ന് പറഞ്ഞു തരിക, എന്താണ് മോൾക്ക് ഇങ്ങനെ ജോലി കിട്ടാതിരിക്കണേ, ഇവിടെ നിന്ന് ക്യാഷ് അങ്ങോട്ട് അയച്ചു കൊടുക്കുകയാണ് ചിലവിന്. അങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോൾ ഒത്തിരി വിഷമിച്ചു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് മത്തായി 18:19 ഭൂമിയിൽ നിങ്ങൾ 2 പേർ ചോദിക്കുന്ന എന്ത് കാര്യം എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങൾക്ക് നടത്തി തരും, എന്തെന്നാൽ 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടുന്നവരുടെ മധ്യേ ഞാനുണ്ടായിരിക്കുമെന്ന്. ഈ വചനം വായിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ മോളോട് പറഞ്ഞു, മോളെ ഇങ്ങനെ വചനമാണ് കിട്ടിയത് മത്തായി 18:19, അതിൽ 2 പേർ ചോദിക്കാനാണ് പറഞ്ഞത്. നമ്മളിപ്പോൾ അവിടെ ഇവിടെയല്ല, നമുക്കൊരു കാര്യം ചെയ്യാം, ഗ്രൂപ്പ് ആയിട്ട് കൊന്ത് ചെല്ലാം. അങ്ങനെ ജപമാല ഞങ്ങൾ 2 പേരും അവിടെ നിന്നും ഞങ്ങളുടെ എടുത്ത് വീഡിയോ കോൾ ചെയ്തിട്ട് ഞങ്ങൾ ജപമാല ചൊല്ലാൻ തുടങ്ങി. 30 ചൊല്ലുന്നു. 1-ാം തീയതി മോൾക്ക് ഫസ്റ്റ് ഇൻ്റർവ്യൂ കോൾ വരുന്നു. 6 മാസത്തിനുള്ളിൽ ആദ്യമായിട്ട് ഫസ്റ്റ് ഇൻ്റർവ്യൂ കോൾ വന്നു. അതും മോളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അതേ വിഷയത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ, നല്ലൊരു കമ്പനിയിൽ ഇൻ്റർവ്യൂ വരുന്നു. അപ്പോൾ മോള് പറഞ്ഞു, മമ്മി ഞാൻ ഇപ്പോൾ പഠിച്ച് തുടങ്ങുന്നേ ഉള്ളൂ, ഇതിലൊരു ഇൻ്റർവ്യൂ വന്നു കഴിഞ്ഞിട്ട് ഞാൻ എങ്ങനെ അറ്റൻഡ് ചെയ്യും, നമ്മുടെ മാതാവില്ലേ, നീ എന്തിനാ പേടിക്കണേ എന്ന് അവൾ പറഞ്ഞു. അങ്ങനെ മോള് ഈ ഇൻ്റർവ്യൂ, അതും ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂ ആണ്. മോള് പറഞ്ഞു ഓൺലൈനിലാണെങ്കിൽ പിന്നെയും എളുപ്പമായിരുന്നു, ഇതെനിക്ക് അറിയാത്തതാണ്, ജർമ്മൻ ചോദിക്കുക, ഭയങ്കര പേടിയായി, നീ പേടിക്കണ്ടെന്ന് പറഞ്ഞു. അതിന് ഉപ്പും കൊണ്ടുപോയി മോളവിടെ ചെന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഇൻ്റർവ്യൂ മോൾക്ക് അത്രയ്ക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയില്ല എന്നാണ് അതിന് ശേഷം പറഞ്ഞത് വന്നപ്പോൾ. അതുകൊണ്ട് ഭയങ്കര പേടിയുണ്ടായിരുന്നു. അവർ ചോദിച്ചത് അത്രയ്ക്കും മനസ്സിലായില്ല എന്ന് പറഞ്ഞു. പക്ഷേ അന്ന് വൈകുന്നേരം തന്നെ അവർ വിളിച്ചിട്ട് പറഞ്ഞു, അവൾ അപ്പോയിൻമെൻറ്റ് ചെയ്തു. ഈ കഴിഞ്ഞ തിങ്കളാഴ്ച മോള് ജോലിക്ക് ജോയിൻ ചെയ്തു. നല്ലൊരു കമ്പനിയിൽ നല്ലൊരു ജോലിയായിട്ട് മോൾക്ക് അത് കിട്ടി. ഇത്രയും ഉള്ള അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ അമ്മ മാതാവിനും ഈശോപ്പച്ചനും കോടാനുകോടിയും നന്ദി പറയുന്നു. പിന്നെ കാരുണ്യ പ്രവർത്തികൾ പറയുകയാണെങ്കിൽ ഞാൻ ചോറ് ഉണ്ടാക്കി ഞാൻ വഴിയരികിൽ കാണുന്ന എല്ലാവർക്കും കൊടുക്കാറുണ്ട്. വഴിയരികിൽ കിടക്കുന്നവർക്ക് അങ്ങനെ പൊതിച്ചോറുണ്ടാക്കി കൊടുക്കും. പിന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി അവർക്ക് ചോറ് കൊടുക്കും. കൂടാതെ അവരെ രോഗികൾ കാണും, അതിന് കൊടുക്കാറുണ്ട്. പിന്നെ ഞാൻ ഇവിടെ നിന്ന് പത്രം വാങ്ങിച്ചു കൊണ്ടുപോയിട്ട് ഓരോ വീടുകളും കയറി ഇറങ്ങിയാൽ കൊടുക്കാറ്. അപ്പോൾ ഞാൻ അവർക്ക് കാശ് രൂപം കൊടുക്കും. എൻ്റെ സാക്ഷ്യങ്ങൾ അവരോട് പറയും. അതും കൂടാതെ അവരുടെ വേദനകൾ ഇങ്ങോട്ട് കേൾക്കുമ്പോൾ ഞാൻ അവർക്ക് വേണ്ടി അവിടെ വെച്ച് തന്നെ മുട്ടുമ്പോൾ നിന്ന് പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ ഞാൻ അവർക്ക് സാമ്പത്തികമായി മരുന്ന് വാങ്ങിക്കാൻ കഴിവില്ല, അങ്ങനെ എന്തെങ്കിലും പറയുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ റെൻ്റ് അടയ്ക്കാൻ കഴിയും, പല വീടുകളിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്, റെൻ്റ് കൊടുക്കാൻ കഴിയും. അപ്പോൾ ഞാൻ അവർക്ക് എൻ്റെ കയ്യിൽ ഞാൻ കുറച്ച് പൈസ സാധാരണ കരുതും ഇത് കൊടുക്കുമ്പോൾ, അങ്ങനെ അവർക്ക് കൊടുക്കാനായിട്ട്. അങ്ങനെ ഞാൻ പലർക്കും അങ്ങനെ സഹായിക്കാനുള്ള അവസരവും എൻ്റെ അമ്മ മാതാവ് തന്നിട്ടുണ്ട്. ഇത്രയും അനുഗ്രഹം തന്നതിന് നന്ദി പറയുന്നു. സ്തോത്രം യേശുവേ നന്ദി. സങ്കീർത്തനം 23 കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല എന്ന വചനത്തിൽ ഞാൻ വിശ്വസിച്ചുകൊണ്ട് ഞാൻ പറയുന്നു. എൻ്റെ പേര് മോളി ജെയിംസ് മരട്. എൻ്റെ ഭർത്താവ് മദ്യപാനിയായിരുന്നു. നമ്മൾക്കെല്ലാവർക്കും അറിയാവുന്നതാണ്, നമ്മളുടെ കുടുംബത്തിൽ ഭാര്യമാർ ഒത്തിരി വേദനയോടെയായിരിക്കും ഭർത്താക്കന്മാരുടെ മദ്യപാനത്തെക്കുറിച്ച് പറയുന്നത്. ഏതാണ്ട് 40 വർഷത്തോളമായി എൻ്റെ ഭർത്താവ് മദ്യപാനിയായിരുന്നു. കൂട്ടുകാരോടൊത്തൊരുമിച്ച് കുടിച്ച് സന്തോഷമായി അവരവരുടെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് ഞങ്ങൾക്കൊരു ശല്യം ദൈവം അനുഗ്രഹിച്ചുണ്ടായിരുന്നില്ല. കിടന്നുറങ്ങും. എന്താ പ്രവൃത്തികളെന്നും പുള്ളിക്കൊന്നും അറിയില്ല, കിടന്നുറങ്ങും.
നേരം വെളുത്തായിരിക്കും ഞാൻ ഇതിനെക്കുറിച്ച് പറയുന്നതെല്ലാം. പക്ഷേ പുള്ളി ഒന്നും പ്രതികരിക്കാതെ പിറ്റേ ദിവസം ഇതുപോലെയൊക്കെ തന്നെയായിരിക്കും. എന്നാൽ ഞാൻ പല ധ്യാനങ്ങളിലും പ്രാർത്ഥനകളിലുമൊക്കെ പോയിരുന്നെങ്കിലും എനിക്ക് പൂർണ്ണമായും ഇവിടെ വന്ന് ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് 2017 ഏപ്രിൽ മാസം ഞാനിവിടെ വന്നിരുന്നു ഉടമ്പടി എടുത്തെങ്കിലും എൻ്റെ ഉടമ്പടി അങ്ങോട്ട് ശരിയായി പ്രവർത്തിക്കാൻ സാധിച്ചില്ല. കാരണം എൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ അന്ന് അങ്ങനെയായിരുന്നു. എനിക്ക് ഒത്തിരി ആഗ്രഹമുണ്ട്, ദൈവമേ മാതാവേ എന്നെ അനുഗ്രഹിക്കണമെന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുകയും അമ്മ ഫലം തരുമെന്ന് ഉറപ്പായി ഞാൻ വിശ്വസിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ രണ്ടാമത് ഞാൻ 2022 ഒക്ടോബർ 20 ഇവിടെ വരികയും മാതാവിനോട് ഒത്തിരി ഞാൻ പ്രാർത്ഥിക്കുകയും ഉടമ്പടി രണ്ടാമത് പുതുക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥനയുടെ ഫലമായിട്ട് എൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനം പൂർണ്ണമായും മാതാവും ഈശോയും അത് അനുഗ്രഹിച്ച് എൻ്റെ കുടുംബത്തെ സമാധാനം നിലനിർത്തുവാൻ ഇന്ന് വരെ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതിന് മാതാവിനും ഈശോയ്ക്കും ഒത്തിരി കോടാനുകൂടി നന്ദി ഞാൻ പറയുന്നു. അതുപോലെ തന്നെ രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, എനിക്ക് ഇടയ്ക്ക് പനി വരുമായിരുന്നു. പനി വരുമ്പോൾ നമ്മൾ സാധാരണ കുഴപ്പമില്ല എന്ന് വിചാരിച്ച് ആദ്യം ഒരു ക്ലിനിക്കിൽ കാണുകയും പനി മാറാതാവുകയും വന്നപ്പോൾ അടിയന്തരമായി ഡോക്ടറിനെ കാണുകയും ഡോക്ടർ അവിടെ അഡ്മിറ്റ് ചെയ്തു. അത്യാവശ്യം മരുന്നുകളെല്ലാം തറന്ന് എന്നെ പറഞ്ഞു വിടുകയും ചെയ്തു. എന്നാൽ വീണ്ടും എനിക്ക് പനി വരികയും എൻ്റെ ഭർത്താവ് പറഞ്ഞു, ഇങ്ങനെ നിങ്ങൾ പനി വെച്ചുകൊണ്ടിരുന്നാൽ ഒരുപക്ഷെ ഡെങ്കി പനിയോ മറ്റേതെങ്കിലും പനി മാരകമായി എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ ഉടനെ തന്നെ വേറൊരു ഹോസ്പിറ്റലിൽ എൻ്റെ മകനുമായിട്ട് പോവുകയും അവിടെ 1-2 ഡോക്ടർമാർ വിശദമായി എന്നെ പരിശോധിക്കുകയും ചെയ്തു. എന്നാൽ ആ പനി മാറിയെങ്കിലും പൂർണ്ണമായി വിദഗ്ധ പരിശോധന വേണമെന്ന് ഡോക്ടർ പറഞ്ഞതിൻ്റെ ഫലമായിട്ട് എനിക്ക് എൻ്റെ ഹാർട്ട് ബീറ്റ് കുറഞ്ഞു വരുന്ന അവസ്ഥയാണെന്നാണ് ഡോക്ടർ മനസ്സിലായത്. 3 ദിവസം ഒരു മെഷീൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഗത്ത് വയ്ക്കുകയും അതിനുശേഷം പരിശോധിച്ച് റിസൾട്ട് വന്നപ്പോൾ അത് ഹാർട്ട് ബീറ്റ് കുറവാണ്, അതുകൊണ്ട് പേസ് മേക്കർ വയ്ക്കണം എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ എൻ്റെ അമ്മച്ചിക്ക് പണ്ട് പേസ് മേക്കർ വെച്ച് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് അമ്മച്ചിക്ക് വേറെ അസുഖങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടാണ് അമ്മച്ചി മരിച്ചുപോയി. അപ്പോൾ എനിക്ക് എൻ്റെ പേടി, ദൈവമേ പേസ് മേക്കർ വയ്ക്കാൻ ഞാനും മരിച്ചു പോകുമെന്നൊക്കെ എനിക്കൊരു മനസ്സിലൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഡോക്ടർ പറഞ്ഞു, അതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട, ഇന്ന് സാങ്കേതിക വിദ്യകളൊക്കെ ഉള്ള കാലഘട്ടങ്ങളല്ലേ, അതുകൊണ്ട് പേടിക്കണ്ട എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ അമ്മയോട് ഞാൻ എന്നും ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുകയും തൈലം പുരട്ടുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണല്ലോ മാതാവേ, ഈ പേസ് മേക്കർ വയ്ക്കാതെ അമ്മ എന്നെ ഒന്ന് അനുഗ്രഹിക്കണേ മാതാവേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. വീണ്ടും ഞാനിവിടെ വരികയും തൈലം ഹാർട്ടിൻ്റെ ആ ഭാഗത്ത് പുരട്ടുകയൊക്കെ ചെയ്തിരുന്നു. ഡോക്ടർ പരിശോധിച്ചതിന് ശേഷം ഡോക്ടർ പറഞ്ഞ്, എൻ്റെ ആഗ്രഹം പോലെ തന്നെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ യാതൊരു കാരണവശാലും പേസ് മേക്കർ വയ്ക്കാൻ ഇടവരരുത് എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. എപ്പോഴും ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുമായിരുന്നു. അത് പ്രകാരം ഡോക്ടർ പറഞ്ഞു, പേസ് മേക്കർ വയ്ക്കണ്ട എന്ന് പറഞ്ഞു. ഇത് മാതാവിൻ്റെയും തിരുക്കുമാരൻ്റെയും അനുഗ്രഹം കൊണ്ട് മാത്രമാണ് എനിക്ക് പേസ് മേക്കർ വയ്ക്കാതിരിക്കാനും സാധിച്ചത് എന്ന് ഞാൻ ഉറപ്പായി വിശ്വസിക്കുന്നു. മൂന്നാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, എൻ്റെ മകന് ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ജോലിയുടെ ഭാഗമായിട്ട് കാലിന് ഒരു എക്സർസൈസൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ലിഗമെൻറ്റിന് ഒരു ബുദ്ധിമുട്ടുണ്ടാവുകയും കാല് പൊട്ടിപ്പോയിട്ടില്ല ലിഗമെൻറ്റിന്, പക്ഷേ അത് ഒരുപക്ഷെ മരുന്ന് കൊണ്ട് മാറിയില്ലെങ്കിൽ ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ എന്ത് ചെയ്യും,
അവന് ജോലിക്കും പോകാൻ പറ്റൂലല്ല, മൂത്ത മകനല്ലേ, ആദ്യമായിട്ട് കിട്ടിയ നല്ലൊരു ജോലിയാണല്ലോ. കാലിന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് ഓർത്ത് ഞാൻ പ്രാർത്ഥിച്ച് അവൻ്റെ കാലിൽ നോക്കുമ്പോൾ ഒരുപാട് നീരും ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷെ അവനെല്ലാം സഹിച്ച് എന്നോട് പറയും കുഴപ്പമില്ലെന്ന് പറയും. പക്ഷേ ഏതാണ്ട് 1.5 മാസം, ഇപ്പോൾ ഏതാണ്ട് ഒരു 2 കൊല്ലം അടുത്തായിട്ട് ജോലിക്ക് പോയിട്ടില്ല. ഞാനിവിടെ വന്ന് മാതാവിനോട് പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ തൈലം പുരട്ടുകയും തേൻ ഉള്ളിൽ കഴിക്കാൻ ഇടയ്ക്ക് ഞാൻ കൊടുക്കും. അപ്പോൾ മമ്മി കുഴപ്പമൊന്നുമില്ലെന്നൊക്കെ പറയും. പക്ഷേ ഇപ്പോൾ യാതൊരു കാരണവശാലും കാലിനൊരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയോ ലിഗമെൻറ്റിനും തകരാറൊന്നും ഉണ്ടായിട്ടില്ല. എല്ലാം മാതാവ് വഴിയായിട്ട് അത് പൂർണ്ണമായും കാലിൽ സൗഖ്യപ്പെട്ടു എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അമ്മയ്ക്കും തിരുക്കുമാരനും ഒരുപാട് കോടാനുകൂടി നന്ദി പറയുന്നു. അതുപോലെ തന്നെ എൻ്റെ തള്ളവിരലിൻ്റെ വലതുവശത്ത് ഒരു ദിവസം കൈ ഒരു മഞ്ഞ കളറാവുകയും അത് ഒരു 3 ദിവസം കൊണ്ട് അവിടെ ആ ചുറ്റുഭാഗം പഴുക്കുകയും ചെയ്തു. വല്ല മുള്ള് കൊണ്ടതായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഞാനിങ്ങനെ 3 മണി രാത്രിയൊക്കെ ഇങ്ങനെ വേദനയോടെ ഇരിക്കുമ്പോൾ ഞാൻ ഓർക്കും. അപ്പം ഹസ്ബൻഡ് പറയും, നിങ്ങളെന്താണ് ഉറങ്ങാതിരിക്കണേന്ന് പറയും. അപ്പം എനിക്ക് സങ്കടം കൊണ്ട് മിണ്ടാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ ഞാൻ വേഗം മാതാവിൻ്റെ തൈലം എടുത്ത് പുരട്ടിച്ചു. ഞാൻ പറയും, മാതാവേ, എന്തോരം വേദന അമ്മ സഹിച്ചതാണ്. അതുപോലെ മാതാവേ, ഇത് എൻ്റെ ഈ കൈ വിരലിൻ്റെ ചുറ്റുപഴുത്തിരിക്കുന്ന ഈ വശം എങ്ങനെയാണ് മാതാവേ, ഇത് അമ്മയ്ക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഭർത്താവ് എന്നോട് പറഞ്ഞ്, നിങ്ങളിങ്ങനെ വെച്ചുകൊണ്ടിരുന്ന കൈ പഴുപ്പിച്ച് ഇപ്പോൾ ഷുഗറൊന്നുമില്ല, പക്ഷേ ഇനി അവസാനം വലിയ ബുദ്ധിമുട്ടാവുമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് പോയപ്പോൾ ഡോക്ടർ സ്കാൻ ചെയ്തിട്ട് പറഞ്ഞു, ഇത് വല്ലാതെ ഇരിക്കുന്നില്ല, ഇതെന്താ ഇത്ര ദിവസം വെച്ചുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ ഒന്നും പറഞ്ഞില്ല. സ്കാൻ ചെയ്ത് ഡോക്ടർ പറഞ്ഞ് മുള്ള് ഒന്നും തൽക്കാലം ഒന്നുമില്ല, കുഴപ്പമൊന്നുമില്ല, മരുന്ന് തരാമെന്ന് പറയുകയും ചെയ്തു. എന്നാൽ എൻ്റെ മകൻ പറഞ്ഞു, മമ്മി എന്തിനാണ്, മമ്മി തന്നെ പറയുമല്ല, മാതാവ് ഒരുപാട് സഹിച്ചതെന്നേലേ പറയും, ഈശോയും സഹിച്ചിട്ടില്ലേ, അപ്പം മരുന്ന് എന്തിനാണെന്ന് എൻ്റെ മകൻ തന്നെ പറഞ്ഞതിൻ്റെ ഫലമായിട്ട് ഞാൻ ആ തൈലം പുരട്ടുകയും ആ കൈ 3-4 ദിവസം കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്ന് പൂർത്തീകരിച്ച്, അതായത് ആ പഴുപ്പെല്ലാം തന്നെ മാറുകയും ഒരു കുഴപ്പമില്ലാതെ എനിക്കിവിടെ കൈ ഉയർത്തുവാൻ സാധിച്ചു. യേശുവേ നന്ദി, മാതാവിനും ഈശോനും കോടാനുകൂടി നന്ദി പറയുന്നു. ഇനിയും ഇതുപോലെ ഇവിടെ വന്നിരിക്കുന്ന ഒരുപാട് പേർക്ക് കൃപാസന മാതാവ് വഴിയായിട്ട് അമ്മയും ഈശോയും കോടാനുകൂടി നന്മകൾ തരട്ടെ. എല്ലാവരും ഞങ്ങളുടെ കുടുംബത്തിന് സംഭവിച്ച അനുഗ്രഹങ്ങൾ ഇവിടെ വന്നിരിക്കുന്ന ഓരോ മക്കൾക്കും ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഞാൻ മോളി സോണി, ഞാൻ എടക്കാട്ടുവേൽ സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് സഭാംഗമാണ്. അമ്മയും തിരുക്കുമാരനും ഞങ്ങൾക്ക് ചെയ്തു തന്ന നന്മയ്ക്ക് നന്ദി പറയുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. ഞാൻ 2019 ഓഗസ്റ്റ് മാസം 8-ാം തീയതിയാണ് ഇവിടെ വന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. ഇതിനു മുന്നമായിട്ട് ഞാൻ ഒരു പ്രാവശ്യം ഈ തിരുനടയിൽ നിന്ന് സാക്ഷ്യം പറഞ്ഞതാണ്. പക്ഷേ ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി വെച്ച് ആദ്യത്തെ നിയോഗമാണ് ഇന്നിപ്പോഴെങ്കിൽ ഇവിടെ സാധിച്ചിരിക്കുന്നത്. എൻ്റെ മോൻ BTech മെക്കാനിക്കൽ എഞ്ചിനീയർ ആയിരുന്നു. അപ്പം ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു, എൻ്റെ മോനൊരു ഗവൺമെൻറ് ജോലി കിട്ടണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. അപ്പോൾ അവനൊരു പ്രൈവറ്റ് കമ്പനിയിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ PSC ഒക്കെ എഴുതി 600ാമത്തെ റാങ്കിലാണ് കിടക്കുന്നത്. അപ്പോൾ 2022 ആക്കി ആയപ്പോഴത്തേക്കും പറഞ്ഞു, ഇനിയിപ്പോൾ ഇത് നോക്കിക്കൊണ്ട് ഇതിൻ്റെ കാര്യമൊന്നുമില്ല, നമുക്ക് കാനഡയ്ക്കൊന്ന് പോകാൻ നോക്കിയാലോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ നോക്കിയപ്പോൾ എനിക്ക് സാമ്പത്തികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ സഹോദരങ്ങളോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, പരീക്ഷ പഠിക്കാനുള്ള ഫീസ് ഞാൻ തരാം. അപ്പോൾ വേറൊരാൾ പറഞ്ഞു, എഴുതാനുള്ള ഫീസ് ഞാൻ തരാം. അപ്പോൾ അവൻ കാനഡയ്ക്ക് പോകാനായിട്ട് IELTS എഴുതി. IELTS നല്ല സ്കോറോടുകൂടി പാസ്സാവുകയും ചെയ്തു. അത് കഴിഞ്ഞപ്പോഴാണ് പിന്നെ ബാങ്കിൽ ലോണിൻ്റെ കാര്യങ്ങളൊക്കെ പോയപ്പോൾ പപ്പ പറഞ്ഞു, ഉള്ള വീടും പറമ്പൊക്കെ പണയപ്പെടുത്തി പോയിട്ട് പിന്നെ വഴിത്തിണ്ണെ കിടക്കാനാണോ എന്ന് ചോദിച്ചു. അത് കൊച്ചിനെ വല്ലാണ്ട് ഫീൽ ചെയ്തു. അപ്പോൾ പറഞ്ഞു, ഇനി പപ്പയുടെ സ്ഥലമൊന്നും എനിക്ക് വേണ്ട, ഞാനൊന്ന് നോക്കട്ടെ, എനിക്ക് ജോലി കിട്ടുമെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് ആത്മാർത്ഥമായിട്ട് പഠിച്ചു. അപ്പം ഞാൻ എൻ്റെ വിശ്വാസത്തെ കൂടുതലായിട്ട് ഉറപ്പിക്കുകയും ചെയ്തു. മോനവിടെ പഠിച്ചു, ഞാൻ അമ്മയുടെ കാൽക്കാൻ മുറുകെ പിടിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ റെയിൽവേയുടെ
2019 നടക്കേണ്ട പരീക്ഷ 2022 റെയിൽവേയുടെ ഒരു എക്സാമിനേഷൻ നടന്നു. അപ്പോൾ അതിന് എൻ്റെ കൊച്ച് പ്രിലിമിനറി നല്ല സ്കോറോടുകൂടി പാസ്സായി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും അടുത്ത പരീക്ഷ വന്ന് ചെന്നൈയിൽ വെച്ച് നടന്നു. അതിന് നന്നായിട്ട് മാർക്കോടുകൂടി പാസ്സാകുകയും ചെയ്തു. അപ്പോൾ പിന്നെ മെഡിക്കലും ഫിസിക്കലും മെഡിക്കലും ഒക്കെ നടന്നു. തിരുവനന്തപുരത്ത് വെച്ച് 3 ദിവസത്തെ മെഡിക്കലും ഫിസിക്കലും ഒക്കെ ആയിട്ട് നടന്നപ്പോഴത്തേക്കും ഫിസിക്കൽ നന്ന ഭംഗിയായിട്ട് നടന്നു. മെഡിക്കലിൽ മറ്റേ ഐ ടെസ്റ്റ് വന്നപ്പോഴത്തേക്കും അവൻ്റെ കണ്ണിന് മതിയായ കാഴ്ചയില്ല എന്നൊരു കാരണത്താൽ അത് പുറത്താകുമോ എന്നൊരു സംശയം പോലെ വന്നു. അപ്പം ഞാൻ മാതാവിൻ്റെ കാശ്